നമ്മൾ ഈ കാണുന്ന ചെറിയൊരു ഏരിയയിലേക്ക് പേൾ ഗ്രാസ് പിടിപ്പിക്കാൻ വേണ്ടി പോകണം. നമുക്ക് ആ കാണുന്ന ഏരിയ, ഈ കാണുന്ന ഏരിയ, ഇവിടെ നിന്ന് ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ എല്ലായിടത്തും വർക്കുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഈ പേൾ ഗ്രാസ് വളർന്ന് നിൽക്കാൻ വേണ്ടി നമ്മൾ ഈ സമയത്ത് ഇത് നടുകയാണ് കേട്ടോ. ഈ കാണുന്ന ഇത്ര ഏരിയയിലേക്ക് ഇവിടത്തേക്ക് വേണം, അവിടെ വേണം, എന്താ അവിടെ ഒരു ഇച്ചിരി വേണം. ഓക്കെ ഗൈസ്, ഈ കാണുന്ന ഏരിയ കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചതുരത്തിലാണ് നമ്മൾ പുല്ല് നടാൻ വേണ്ടി പോകുന്നത്. നട്ടുപിടിപ്പിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ കാണുന്ന ഏരിയയില്ലേ, ഈ കാണുന്ന ഏരിയയിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനൊരു ചതുരം നമുക്ക് അതിനകത്ത് സ്റ്റോൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ വഴിയാണ് നേരെ പുറത്തേക്ക്. അതുപോലെ ഇവിടെ മതിലാട്ടോ, ആറ്റത്തോട്ട് അങ്ങേറ്റം വരെ മതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ കല്ല് കിട്ടും. ഇതിൻ്റെ ചേർത്ത് ഇങ്ങനെ കല്ല് ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കലാത്തിയ ലൂട്ടിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ കല്ല് കെട്ടി കഴിയുമ്പോഴത്തേക്കിനും, അതായത് ഈ രീതിയിൽ ഇങ്ങനെ കല്ല് കെട്ടി കഴിയുമ്പോഴത്തേക്കിനും നടുക്കൂടി ഇങ്ങനെ ഒരു വഴി പോലെ കാണുമല്ലോ, അതിൻ്റെ അകത്തേക്ക് പെബിൾസും ചെയ്യണം. ഇത് ഇത്രയും ബാക്കിലെ വർക്കാണ് കേട്ടോ. ഇത് കൂടാതെ ഫ്രണ്ടിലുണ്ട്. ഫ്രണ്ടിൽ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് ഇതൊന്ന് ഗ്രോത്തായി കിടക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ടിലത്തെ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ. ഇതേ കുളിക്കണമെന്നില്ല, ഇതേ കുളിക്കണം. നനയ്ക്കുന്നുണ്ട് അവിടെ. നമുക്കിപ്പോൾ നനയ്ക്കാനായിട്ട് ഓസും സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളം കോരി നനയ്ക്കാണ്. അതുപോലെ നമ്മളിവിടെ ഇങ്ങനെ കട്ട വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത്ര ഏരിയയാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഇപ്പുറത്തേക്ക് സ്റ്റോൺ ചെയ്യാനുള്ള കേട്ടോ. അതിപ്പോഴല്ലേ ചെയ്യുന്നത്, കുറച്ചുകൂടെ കഴിയും. അപ്പോൾ ജസ്റ്റ് ഒരു കട്ട നമ്മുടെ ഒരു സെപ്പറേഷൻ അറിയാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഏരിയ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീരും കേട്ടോ.